ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേട്ടിരുന്നു അറിയില്ല, കഴിഞ്ഞ ദിവസം ഒരു LGS സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം നടന്നിരുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷ എഴുതുന്നവരൊക്കെ ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഏതായാലും നമുക്ക് ഈ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഏതിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്ലാനിംഗ് കമ്മീഷൻ. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബീഗം ഹസ്രത്ത് മഹൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്ലാക്ക് ബോണസ്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 48 മണിക്കൂർ. അടുത്ത ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിദ്യാഭൂഷണി. അടുത്ത ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 140. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, CP ഗോവിന്ദപിള്ള. അടുത്ത ചോദ്യം, മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചാന്നാർ ലഹള. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തലക്കൽ ചന്തു. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 250 രൂപ. അടുത്ത ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലാല ലജ്പത് റായ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? അപ്പോൾ ആരെയാണ് പുറത്താക്കാൻ കഴിയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ലാഹോർ. അടുത്ത ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 86. അടുത്ത ചോദ്യം, താഷ്കെൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? താഷ്കെൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനാണ്. അടുത്ത ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്?
ഒന്നാമത്തത് ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. ശരിയാണ്. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ്. അതും ശരിയാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറക്കുന്നതിനും വേണ്ടിയാണ്. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, 1ഉം 2ഉം ശരിയാണ്. അത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. UGC, ICTE, NCERT, ICMR. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ, ICMR. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഓക്കെ, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. ഓക്കെ, അടുത്ത ചോദ്യം. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഓക്കെ, ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗാട്ട്. ഓക്കെ, അടുത്ത ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഓക്കെ, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അമേരിക്ക. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓക്കെ, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡെറാഡൂൺ. ഓക്കെ, ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓക്കെ, അടുത്ത ചോദ്യം. പ്രകൃതിയിലെ ബോൺസായ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഓക്കെ, പ്രകൃതിയിലെ ബോൺസായ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ഓക്കെ, പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കുറിഞ്ഞിമല. ഓക്കെ, അടുത്ത ചോദ്യം. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഓക്കെ, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മേടം 1. ഓക്കെ, അടുത്ത ചോദ്യം. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓക്കെ, നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, അടുത്ത ചോദ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഓക്കെ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മുംബൈ. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കല്ലടയാർ. ഓക്കെ, അടുത്ത ചോദ്യം. മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ഓക്കെ, മലനാട് ഇല്ലാത്ത ജില്ല പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ആലപ്പുഴ. ഓക്കെ, അടുത്ത ചോദ്യം. പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം. ഓക്കെ, പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2235 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഓക്കെ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. NH 544. ഓക്കെ, NH 544 ആണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. അടുത്ത ചോദ്യം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഓക്കെ, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ ഏതാണ്? ഓക്കെ, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാൽബൈശാഖി. ഓക്കെ, അടുത്ത ചോദ്യം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. പൂക്കോട് തടാകം. ഓക്കെ, അടുത്ത ചോദ്യം.
മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? ഓക്കെ, മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ജസ്പ. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വി അബ്ദുറഹ്മാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഓക്കെ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഗോദാവരി. ഓക്കെ, അടുത്ത ചോദ്യം. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ഓക്കെ, തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 12%. ഓക്കെ, അടുത്ത ചോദ്യം. ചണമുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഓക്കെ, ചണമുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ. ഓക്കെ, അടുത്ത ചോദ്യം. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? ഓക്കെ, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് സ്വരാജ് ട്രോഫി. ഓക്കെ, അടുത്ത ചോദ്യം. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഓക്കെ, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇസ്രായേൽ. ഓക്കെ, അടുത്ത ചോദ്യം. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഓക്കെ, പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇംഗ്ലണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ഓക്കെ, ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ഓക്കെ, ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. ആരുടെ നോവലാണ് വല്ലി? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഷീല ടോമി. ഓക്കെ, അടുത്ത ചോദ്യം. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഓക്കെ, 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാട്ടിൽ മേക്കതിൽ. ഓക്കെ, കാട്ടിൽ മേക്കതിൽ. ഓക്കെ, അടുത്ത ചോദ്യം. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഓക്കെ, പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കർണാടക. ഓക്കെ, അടുത്ത ചോദ്യം. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? ഓക്കെ, കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മാങ്ങ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവവർഗം ഏതാണ്? ഓക്കെ, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവവർഗം ഏതാണ്? ഓക്കെ, ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് മാംസബുക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജീവകം ഡി. ഓക്കെ, ജീവകം ഡി ആണ് ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം. ഓക്കെ, അടുത്ത ചോദ്യം. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ഓക്കെ, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ചർവണകം. ഓക്കെ, അടുത്ത ചോദ്യം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ഓക്കെ, വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരവിക്കുളം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ്? ഓക്കെ, താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ടോക്കോഫെറോൾ. ഓക്കെ, അടുത്ത ചോദ്യം. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഓക്കെ, മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഓക്കെ, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ് വെളുപ്പ്. ഓക്കെ, ചോദ്യം. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓക്കെ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ഇതിന് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം.
വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓക്കെ, ഇവിടെ വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിട്ടുണ്ട്. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 5. ഓക്കെ, അടുത്ത ചോദ്യം. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ഇവിടെ സമതല ദർപ്പണമാണ്. അപ്പോൾ ഒന്നാമത്തത്, വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്, അത് ശരിയാണ്. അതേപോലെ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും, അതും ശരിയാണ്. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും, അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം, ശരിയാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം, അതും ശരിയാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം, അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഗാനിമീഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഓക്കെ, ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് വ്യാഴം. ഓക്കെ, അടുത്ത ചോദ്യം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് പെൺ എഡീസ്. ഓക്കെ, അടുത്ത ചോദ്യം. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഓക്കെ, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ കെ. ഓക്കെ, വൈറ്റമിൻ കെ ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഓക്കെ, നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് എയ്ഡ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കോളറ. ഓക്കെ, കോളറയാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതാണ്? ഓക്കെ, ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതാണ്? മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത, മുകളിൽ കൊടുത്തവയെല്ലാം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തവയെല്ലാം. ഓക്കെ, അടുത്ത ചോദ്യം. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓക്കെ, അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അർബുദം. ഓക്കെ, അടുത്ത ചോദ്യം. വിളർച്ച അഥവാ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓക്കെ, വിളർച്ച ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുമ്പ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? ഓക്കെ, കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2008. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ എയുടെ കുറവ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? ഓക്കെ, കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഓക്കെ, മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേരളം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്രയാണ്? BMI. ഓക്കെ, പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം അതായത് BMI എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 18.5 അതേപോലെ 24.9 ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ, kg/m². ആണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 GK ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഏതായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.